ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ പെങ്ങടെ കുറിപ്പ് അവൻ്റെ ഒരു RC ടോയ് കാർ എനിക്ക് ശരിയാക്കാൻ തന്നു. അതിൻ്റെ അവസ്ഥയാണ് വേണ്ടത്. ഇതിനകത്ത് ഡാമേജ് ഇല്ലാത്ത ഒരു ഭാഗം കണ്ട് ഇതിൻ്റെ ടോപ്പ് കവറാണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഡാമേജ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ബോഡി ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ റിവേഴ്സും ഫോർവേഡും വരുന്ന ആ ഒരു പോർഷനും പോയിട്ടുണ്ട്. അതിൻ്റെ ടയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊന്നും ഇടില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇതിനകത്ത് ട്രാൻസ്മിറ്ററിനും റിസീവറിനും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ശരിയാക്കി എടുക്കാൻ നോക്കാം. ഈ ഒരു സ്റ്റിയറിംഗ് മെക്കാനിസം ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്കത് ഈ ഒരു പൊട്ടിപ്പോയ ബോഡിയിൽ നിന്ന് അഴിച്ചു മാറ്റാം. ഇനി ഇതിനകത്ത് റിസീവർ ബോർഡൂടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഡാമേജ് ആയിട്ടുള്ള പാർട്സ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് വേണ്ടത് ഇതിനകത്ത് ബാക്കിലത്തെ ഒരു ഗിയർ മെക്കാനിസം ആണ്. അതിപ്പോൾ ഇതിനകത്ത് ഇല്ലായിരുന്നു എൻ്റെ കിട്ടിയപ്പോഴും. അപ്പോൾ അതിന് പകരമായിട്ട് എൻ്റെ നേരത്തെ കിടന്ന ഒരു ടോയ് കാറിൻ്റെ ഒരു ഗിയർ മെക്കാനിസം ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ അഴിച്ചെടുത്ത ഗിയർ മെക്കാനിസത്തിനകത്തോട് നമ്മുടെ ഈ ഒരു ടയർ അസംബിൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നേരത്തെ കിടന്ന കമ്പിയിൽ നിന്ന് ഞാൻ ഈ ഗിയർ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗിയർ ഈ ഒരു കമ്പിയിൽ ഇട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു PVC ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് സ്റ്റിയറിംഗ് മെക്കാനിസം ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്നുകൂടെ നല്ലതായിട്ട് സ്ട്രോങ് ആവാൻ വേണ്ടി നമുക്ക് വുഡിൻ്റെ പൊടി ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ PVC ഷീറ്റിനകത്ത് ഞാൻ ഇത് കണക്ക് ടോയുടെ ബോഡി ഇരിക്കേണ്ട രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഗിയർ മെക്കാനിസം വരേണ്ട പൊസിഷനാണ് ഇനി മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ വരച്ചെടുത്ത അളവിൽ ഈ PVC ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗിയർ മെക്കാനിസം കറക്റ്റായിട്ട് വിട്ടിരുന്നോളും. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും PVC ഷീറ്റ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സ്ക്രൂ ഇട്ട് ഉറപ്പിക്കാം. അങ്ങനെ ഇപ്പുറ സൈഡിൽ ഉറപ്പിച്ച് കൊടുക്കാം. ഇനി ഈ റിസീവർ ബോർഡിനകത്തെ കണക്ഷൻ എല്ലാം നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ ബാറ്ററിയിലോട്ട് പോകേണ്ട 2 കണക്ഷനും ഇവിടെ തന്നെ ഉണ്ട്. അതിന് എഴുതിയിട്ടുണ്ട് ബാറ്ററി പോസിറ്റീവ്, ബാറ്ററി നെഗറ്റീവ് എന്നും. അതുകൊണ്ട് തന്നെ ലെഫ്റ്റും റൈറ്റും പോകേണ്ട കണക്ഷൻ തണ്ടി ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. നമുക്ക് ബാക്കും ഫ്രണ്ടും പോകേണ്ട കണക്ഷൻ തണ്ടി ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. പിന്നെ ആന്റിന കണക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് വിട്ടിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ബോർഡിൽ നിന്ന് മോട്ടറിലോട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്ററിയിലേക്കുള്ള പോസിറ്റീവും നെഗറ്റീവും കണക്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിയുടെ കേസ് ഗ്ലൂ ഗണ്ണിൻ്റെ സഹായത്തോടെ സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബോർഡ് ഇവിടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അങ്ങനെ കണക്ഷൻ എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡ് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ചെറിയൊരു PVC ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തുറന്നിരിക്കുന്ന ഭാഗം അങ്ങ് വൃത്തിയുടെ അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലത്തെ ഒരു മെറ്റലിൻ്റെ ഷീറ്റോടെ ഞാൻ ഇതിൻ്റെ പുറലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആന്റിനയുടെ വയറും ഇതേ കൊടുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ കാർ വീണ്ടും റണ്ണിങ് കണ്ടീഷൻ ആയിരിക്കുകയാണ്. നമ്മുടെ റിമോട്ടിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനകത്ത് ഞാൻ ബാറ്ററി ഇട്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതുകൊണ്ട് കുട്ടികളുള്ള വീട്ടിൽ നമുക്ക് ടോയ് കാറൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടി വീട്ടിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.